നമസ്കാരം. മംഗളം ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ബിനി പ്രേംരാജ്. ഹമാസിനെ ഒഴിവാക്കിക്കൊണ്ട് യുദ്ധാനന്തര ഗാസ എന്ന പദ്ധതി ഇസ്രായേലിന്റെ വെറും വ്യാമോഹം മാത്രമാണെന്ന് ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയ. ഭീകരരെ പിന്തുണയ്ക്കുകയും അവർക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്യുന്നവരെ ഗാസയിൽ പ്രവേശിപ്പിക്കുവാൻ ഇനി തങ്ങൾ അനുവദിക്കില്ലെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ഹനിയയുടെ പ്രതികരണം. എന്നാൽ ഇസ്രായേലുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനും വെസ്റ്റ് ബാങ്കിനെയും ഗാസയെയും പുനഃക്രമീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ഏത് ചർച്ചകളും നടത്താൻ തയ്യാറാണെന്നും ഹനയ്യ പറഞ്ഞു. ജെറുസലേമിനെ തലസ്ഥാനമാക്കി സ്വതന്ത്ര രാജ്യം രൂപീകരിക്കണമെന്ന പാലസ്തീൻ ജനതയുടെ ആവശ്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടുള്ള ചർച്ചകളും തങ്ങൾ അംഗീകരിക്കുന്നതായി ഹനയ്യ വ്യക്തമാക്കി. അതേസമയം ഹമാസ് ഭീകരർക്കെതിരെ വിജയം നേടുന്നതുവരെ ഗാസയിൽ യുദ്ധം തുടരുമെന്നും ഒരു ശക്തിക്കും ഇസ്രായേലിനെ തടയാൻ സാധിക്കില്ല എന്നും ബെഞ്ചമിൻ നെതന്യാഹു പറഞ്ഞു. ഹമാസിന്റെ അവസാനം വരെ ഈ പോരാട്ടം തുടരും. ഇതിൽ മറ്റു ചോദ്യങ്ങളൊന്നുമില്ല. വലിയ വേദന അനുഭവിച്ചവരാണ് ഞങ്ങൾ. ഒരു അന്താരാഷ്ട്ര സമ്മർദ്ദത്തിനും ഇനി ഇസ്രായേലിനെ പിന്തിരിപ്പിക്കാനാകില്ല. ഹമാസിന്റെ അവസാനം എന്നതിൽ കുറഞ്ഞൊരു ലക്ഷ്യവും ഇനി ഇസ്രായേലിന് ഇല്ല എന്നും നെതന്യാഹു പറയുന്നു. അതേസമയം UN-ലെ ചർച്ചയ്ക്കിടെ ഗസയിലെ ഹമാസ് നേതാവ് യഹ്യ സിൻവാറിന്റെ ഫോൺ നമ്പർ പുറത്തുവിട്ട ഇസ്രായേൽ അംബാസഡർ ഗിലാദ് എർദാന് ഹമാസിന്റെ പണി കിട്ടി. എർദാന്റെ നമ്പർ പുറത്തുവിട്ടാണ് തങ്ങളുടെ നേതാവിനെ പരിഹസിച്ചതിന് ഹമാസ് പണി കൊടുത്തത്. കഴിഞ്ഞ ദിവസം UN ജനറൽ അസംബ്ലിയിൽ ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിൽ വെടിനിർത്തൽ ചർച്ചയ്ക്കിടെ സിൻവാറിന്റെ ചിത്രവും ഫോൺ നമ്പരും അടക്കമുള്ള പ്ലക്കാർഡ് എർദാൻ ഉയർത്തി കാണിക്കുകയായിരുന്നു. വെടിനിർത്തലിന് സിൻവാറിനെ വിളിക്കുമെന്നും കാർഡിൽ എഴുതിയിരുന്നു. ഇതിന് മറുപടിയായി അംബാസഡറുടെ നമ്പർ ഹമാസ് വിതരണം ചെയ്യുകയായിരുന്നു. ഇതോടെ എർദാന്റെ ഫോണിലേക്ക് നിരവധി അധിക്ഷേപങ്ങളും ഭീഷണി സന്ദേശങ്ങളും വന്നു തുടങ്ങി. എർദാന് ലഭിച്ച സന്ദേശങ്ങളിൽ ഭൂരിഭാഗവും അയച്ചത് ഇന്തോനേഷ്യൻ ഫോൺ നമ്പറിൽ നിന്നാണ്. എർദാനെയും കുടുംബത്തെയും ഉടൻ കൊല്ലുമെന്ന തരത്തിലുള്ള ഭീഷണികളായിരുന്നു വന്നത്. അതിനിടയിൽ ചൊവ്വാഴ്ച രാത്രി ഇസ്രായേലി ചാനൽ 30 ന്യൂസ് സ്റ്റുഡിയോയിൽ വെച്ച് മാധ്യമപ്രവർത്തകനായ ഗിൽ തമാരി സിൻവാറിന്റെ നമ്പറിലേക്ക് വിളിക്കാൻ ശ്രമിച്ചു. എന്നാൽ നമ്പർ പ്രവർത്തനരഹിതമോ അല്ലെങ്കിൽ ഫോണോ ഓഫോ ആയിരുന്നു. അതിനാൽ കോൾ വോയിസ് മെയിലിലേക്ക് നേരിട്ട് പോയി. അപ്പോൾ തമാരി പറഞ്ഞു, യഹ്യ സിൻവാർ, എന്റെ സന്ദേശം കേൾക്കുകയും ഇത് നിങ്ങളുടെ നമ്പർ ആക്കുകയും ചെയ്യുകയാണെങ്കിൽ ഞാൻ പറയട്ടെ, നിങ്ങൾ കീഴടങ്ങുന്നതാണ് നല്ലത്. ഞങ്ങളുടെ ബന്ദികളെ തിരികെ തരൂ എന്ന് മറ്റൊരാളും പറഞ്ഞു. ഇസ്രായേലിന്റെ സൈനിക ഇന്റലിജൻസ് ശേഷിയെ ലോകത്തിന് മുന്നിൽ പരിഹാസമാക്കി ഹമാസ് നടത്തിയ അൽഖസ കൊടുങ്കാറ്റിന്റെ പിന്നാലെ ഗസയിൽ ഇസ്രായേൽ വ്യോമാക്രമണത്തിലൂടെ ആദ്യം ലക്ഷ്യം വെച്ചത് 61-കാരനായ യഹ്യ സിൻവാറിന്റെ ഖാൻ യൂനിസിലുള്ള വസതിയായിരുന്നു. സിൻവാറിന്റെ വീട് നിലം പരിശമാക്കിയതിന് പിന്നാലെ അദ്ദേഹം കൊല്ലപ്പെട്ടുവെന്ന വാർത്തകൾ പ്രചരിപ്പിച്ചുവെങ്കിലും ഇസ്രായേലും ഹമാസും ഇക്കാര്യം സ്ഥിരീകരിച്ചിട്ടില്ല. ലോകത്തെ ഏറ്റവും സജ്ജമായ സൈനിക ശേഷി എന്ന ഖ്യാതിയുള്ള ഇസ്രായേലിനെ നാണം കെടുത്തി ഹമാസിന്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിക്കുമ്പോൾ സയനിസ്റ്റ് രാജ്യവും സൈന്യവും യഹ്യ സിൻവാറിനെ തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തുവാൻ ശ്രമിക്കുന്നതിൽ അസ്വാഭാവികതയില്ല. കാരണം 2017 മുതൽ ഗസയിലെ ഹമാസിന്റെ തലപ്പത്തുള്ള അദ്ദേഹമാണ് ഹമാസ് എന്ന താരതമ്യേന ദുർബലമായ സംഘത്തെ ഇസ്രായേലിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന വിധത്തിൽ സജ്ജമാക്കിയത്. അഭയാർത്ഥി ക്യാമ്പിൽ ജനിക്കുകയും മിസൈലുകൾക്കും ബോംബുകൾക്കും വെടിയുണ്ടകൾക്കുമിടയിൽ ജീവിക്കുകയും ചെയ്ത സിൻവാർ ഇസ്രായേലിന്റെ ബദ്ധശത്രുവായി മാറിയതിൽ അത്ഭുതമില്ല. ഫലസ്തീനുമേലുള്ള സയനിസ്റ്റ് രാജ്യത്തിന്റെ അധിനിവേശം ചെറുക്കുവാൻ സായുധ പോരാട്ടമല്ലാതെ മാർഗമില്ലെന്ന് വിശ്വസിക്കുകയും ചെയ്യുന്ന അദ്ദേഹം ഹമാസിന്റെ സൈനിക നീക്കങ്ങളുടെ ബുദ്ധികേന്ദ്രമായാണ് അറിയപ്പെടുന്നത്. തങ്ങളുടെ സൈനിക ഇന്റലിജൻസ് ശേഷിയെ കളിപ്പാട്ടം പോലെ നിസ്സാരമാക്കി ഹമാസ് നടത്തിയ ഒക്ടോബർ 7-ലെ അക്കസ കൊടുങ്കാറ്റ് എന്ന ആക്രമണ പരമ്പരയ്ക്ക് പിന്നിൽ സിൻവാറിന്റെ ബുദ്ധിയും നായകശേഷിയുമാണെന്ന് ഇസ്രായേൽ മനസ്സിലാക്കുന്നു. ഹമാസിന്റെ 3 ഘടകങ്ങളിൽ ഏറ്റവും ശക്തമായ ഗസ ഘടകത്തിന്റെ തലവനായി 2017 തിരഞ്ഞെടുക്കപ്പെട്ട യഹ്യ സിൻവാർ തന്റെ ജീവിതത്തിലുടനീളം ഇസ്രായേലിന്റെ കണ്ണിലെ കരടായിരുന്നു. 22 വർഷത്തോളം ഇസ്രായേൽ തടവറയിൽ ചെലവഴിക്കേണ്ടി വന്ന അദ്ദേഹം മോചനത്തിന് ശേഷം കൂടുതൽ കരുത്തനായി മാറുകയാണുണ്ടായത്. 2018 ഇസ്രായേലിന്റെ ഉപരോധം ഭേദിക്കുവാൻ ഗസ ജനതയെ പ്രേരിപ്പിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ നിന്ദൂര്യം അടിച്ചമർത്തപ്പെട്ടവരുമായി മരിക്കുന്നതിനേക്കാൾ ഭേദമായി നമ്മൾ കരുതുന്നത് പോരാടി രക്തസാക്ഷികളാവുകയാണ്. നാം മരിക്കുവാൻ ഒരുക്കമാണ്, നമുക്കൊപ്പം ആയിരങ്ങളും മരിക്കും എന്ന പ്രസ്താവന അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സമര ജീവിതത്തിന്റെ നേർവിവർത്തനമാണ്. 1962 ഖാൻ യൂനിസിലെ അഭയാർത്ഥി ക്യാമ്പിൽ ജനിച്ച സിൻവാർ കൗമാരപ്രായത്തിൽ തന്നെ വിമോചന പോരാട്ടങ്ങളിൽ സജീവമായിരുന്നു. ഫലസ്തീൻ വിമോചന പ്രസ്ഥാനത്തിൽ പങ്കാളിയായതിന്റെ പേരിൽ 1982-ലും 1985-ലും ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തെങ്കിലും പിന്നീട് മോചിതനായി. വിമോചന പ്രസ്ഥാനത്തിലെ ഇസ്രായേൽ ചാരന്മാരെ കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച മുനസമാത്ത് അൽ ജിഹാദ് വദ്വ എന്ന സംഘത്തിന്റെ സ്ഥാപക നേതാവായിരുന്നു. 1988-ൽ 2 ഇസ്രായേൽ സൈനികരെയും ഇസ്രായേലിന് വേണ്ടി ചാരപ്പണി നടത്തിയ 4 ഫലസ്തീനികളെയും കൊലപ്പെടുത്തിയതിൽ പങ്കുണ്ടെന്ന് ആരോപിച്ച് സിൻവാറിനെ ഇസ്രായേൽ കോടതി ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചു. ഹമാസ് പിടികൂടിയ തങ്ങളുടെ സൈനികൻ ഗിലാദ് ഷലീത്തിനെ മോചിപ്പിക്കുന്നതിന് പകരമായി 2011-ൽ ഇസ്രായേൽ വിട്ടയച്ച 1027 ഫലസ്തീനികളിൽ ഒരാളായിരുന്നു അദ്ദേഹം. 2017-ൽ ഇസ്മായിൽ ഹനയിൽ നിന്ന് ഗസ മുനമ്പിലെ ഹമാസിന്റെ നേതൃത്വം ഏറ്റെടുത്ത സിൻവാർ റാമലയിലുള്ള ഫലസ്തീൻ അതോറിറ്റിയുമായി ഏതെങ്കിലും വിധത്തിൽ അധികാരം പങ്കിടാൻ വിസമ്മതിച്ചുകൊണ്ടുള്ള നിലപാടാണ് കൈക്കൊണ്ടത്. ഇസ്രായേലുമായി ഒരു വിട്ടുവീഴ്ചയ്ക്കുമില്ലെന്ന് പ്രഖ്യാപിച്ച അദ്ദേഹം ഇസ്രായേൽ സൈനികരെ ജീവനോടെ പിടികൂടുവാൻ ഹമാസ് പോരാളികളോട് ആഹ്വാനം ചെയ്തു.
ഗസയിലെ ഹമാസ് തലവനായി 2021 വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ട സിൻവാറിനെ കൊലപ്പെടുത്തുന്നതിനായി ഇസ്രായേൽ ഖാൻ യൂനിസിലുള്ള അദ്ദേഹത്തിന്റെ വസതിക്ക് മേൽ വ്യോമാക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ 4 തവണ പൊതുപരിപാടികളിൽ പങ്കെടുക്കുകയും മെയ് 27-ന് പത്രസമ്മേളനം നടത്തുകയും ചെയ്ത അദ്ദേഹം ഇസ്രായേലിനെ കൂടുതൽ പ്രകോപിപ്പിച്ചു. പത്രസമ്മേളനത്തിന് ശേഷം താൻ കാൽനടയായി വീട്ടിലേക്ക് പോവുകയാണെന്നും ധൈര്യമുണ്ടെങ്കിൽ തന്നെ കൊലപ്പെടുത്തൂ എന്നും അദ്ദേഹം ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയെ വെല്ലുവിളിച്ചു. ഗസയിലെ തെരുവുകളിൽ അനുയായികൾക്കൊപ്പം ചുറ്റിക്കറങ്ങുകയും പൊതുജനങ്ങൾക്കൊപ്പം സെൽഫി എടുക്കുകയും ചെയ്ത ശേഷമാണ് അദ്ദേഹം വീട്ടിലേക്ക് മടങ്ങിയത്. ഗസയെയും അവിടുത്തെ 20 ലക്ഷത്തിലേറെയുള്ള മനുഷ്യരെയും ഉന്മൂലനം ചെയ്യുമെന്ന് പ്രഖ്യാപിച്ച് ഇസ്രായേൽ നടത്തുന്ന ഈ അക്രമ പരമ്പരയിൽ യഹ്യ സിൻവാറും ചരിത്രത്തിന്റെ ഭാഗമായേക്കാം. അത് ഉറപ്പാക്കാൻ ഇസ്രായേൽ സൈന്യം ഏതറ്റവും പോകുമെന്ന് ഉറപ്പ്. പാശ്ചാത്യ ലോകത്തിന്റെ സർവനാത്മനായുള്ള പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന ഈ കൊടിയ മനുഷ്യകുരുതിയെ യഹ്യ സിൻവാർ അതിജീവിക്കുകയാണെങ്കിൽ ഫലസ്തീൻ്റെ അതിജീവന പോരാട്ടം ഇനി പുതിയ തലങ്ങളിലേക്ക് ഉയരുകയുള്ളൂ. നന്ദി, നമസ്കാരം.